ഹായ് ഗായ്സ്, പത്തരമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മുടെ നവ്യാണെങ്കിൽ അങ്ങ് വിവരങ്ങളൊന്നും അറിയാത്തത് കൊണ്ടാണ് കേട്ടോ. അബി തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരം ശരിക്കും നവ്യയ്ക്ക് അറിയുകയാണെങ്കിൽ തന്നെ നവ്യ ഇങ്ങനൊന്നും പെരുമാറാനൊന്നും പോകുന്നില്ല. നവ്യ ശരിയായ രീതിയിൽ തന്നെ പോവുകയും അബി അടിച്ച് പുറത്താക്കുകയൊക്കെ ചെയ്തേനെ. പക്ഷേ ഇവരാരും നവ്യ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആ വിവരം അങ്ങ് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നവ്യയുടെ മുഴുവൻ ദേഷ്യവും മറ്റുള്ളവരോട് അങ്ങ് തീർക്കാണ് അബിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. അങ്ങനെ ആവുമ്പോഴേക്കും നവ്യയുടെ സ്വഭാവമൊക്കെ അങ്ങ് മാറിപ്പോവുകയാണ്. നയനിയോടും മറ്റുള്ളവരോടും എല്ലാം നല്ല ദേഷ്യവും അഹങ്കാരവും എല്ലാം അങ്ങ് പുറത്തു വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ മുത്തശ്ശൻ ഈ സത്യങ്ങൾ വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ നവ്യയോട്. അങ്ങനെയായി കഴിയുമ്പോൾ പിന്നെ നവ്യയുടെ സ്വഭാവം കംപ്ലീറ്റ് മാറുകയാണ്. അബിയായിട്ട് ഇനിയൊരു ബന്ധം വേണ്ട എന്നുള്ള രീതിയിൽ നന്ദാവനത്തിലേക്ക് പോവുകയും അവിടെ ചെന്ന് കനകയോട് മാപ്പ് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ആരും മറക്കല്ലേ. അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയും അതുപോലെ തന്നെ നവീൻ വക്കീലും തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പോൾ അനിക്ക് ആ മൊത്തം വിഷമമാണ്. നവീൻ സ്നേഹിക്കുന്നത് നന്ദൂനെയാണെന്നും നന്ദൂനെ വിവാഹം കഴിച്ചു കൊടുക്കാൻ തന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നവീൻ എന്തായാലും എനിക്ക് നന്ദൂനെ നേടിത്തരണമെന്ന് നവീൻ പറയുകയാണ് അനിയോട്. അപ്പോൾ എനിക്ക് പിന്നെ ഒന്നും പറയാനില്ല. ഈ കേസൊക്കെ ജയിക്കുകയും പല കേസുകളിലും തങ്ങളെ രക്ഷിക്കുകയും അനന്തപുരി തറവാട്ടിലുള്ളവരുടെ മാനക്കേട് മാറ്റുകയൊക്കെ ചെയ്ത നവീനോട് നന്ദികേട് കാണിക്കാൻ പാടില്ല. ഫീസായിട്ടൊന്നും നവീൻ വാങ്ങിച്ചിട്ടില്ല. പക്ഷേ നവീൻ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പം എങ്ങനെയാണ് ഉടനെ തന്നെ മറുത്ത് നടക്കില്ല, നന്ദുവിനെ വിവാഹം കഴിച്ചു തരാൻ പറ്റില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അനി ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അനിയുടെ മനസ്സിൽ മുഴുവൻ വിഷമമാണ് നവീൻ ഇങ്ങനെ പറഞ്ഞതിൻ്റെ. അതേസമയം നവീന് ഇതൊന്നും അറിയില്ലാത്തത് കൊണ്ട് തന്നെ നവീൻ അനിയോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, അനി ഞാൻ എന്നോട് കാര്യം പറഞ്ഞില്ലേ, അതെന്തായി, നന്ദുവിനോട് നീ സംസാരിച്ചോ എന്ന് ചോദിക്കുക. അപ്പം അനി പറയുന്നുണ്ട്, ഇല്ല സംസാരിച്ചില്ല, ഞാനതൊക്കെ സംസാരിച്ചോളാം എന്ന് പറയാണ്. എന്നാൽ അനിയൊന്ന് തുറന്നു പറയണ്ടേ നവീനോട്, അതുമില്ല. അപ്പം നവീൻ പറയാം, ഞാൻ ഒരുപാട് ആഗ്രഹിച്ച നന്ദുവിനെ, എനിക്ക് അവളുടെ ആ സ്മാർട്ട്നെസ്സും ആ എല്ലാം കൊണ്ടും എല്ലാം എനിക്കിഷ്ടമാണ്. നല്ലൊരു പെൺകുട്ടിയാണ് നീ കണ്ടില്ലേ, നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടല്ലേ, നിനക്കറിയില്ലേ അവളെ നന്നായിട്ട് എന്ന് പറയുമ്പോൾ അനി പറയാം, പിന്നെ എനിക്കറിയാം, എനിക്ക് വളരെ വർഷങ്ങളായിട്ട് അവളെ അറിയാവുന്നതല്ലെന്ന് ചോദിക്കുക. അപ്പം നവീൻ ഇങ്ങനെ നന്ദുവിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകളൊക്കെ അനിയോട് പറയുകയാണ്, ഇഷ്ടങ്ങളൊക്കെ. അപ്പോൾ അനിയുടെ മനസ്സിൽ മറ്റ് ചിന്തകളൊക്കെ ഇങ്ങനെ വരുന്നത്, ഇനി ആ നവീനും ആ നന്ദുവും കൂടി വിവാഹം കഴിക്കുമോ, അത് ശരിയാവുമോ, തനിക്ക് നന്ദുവിനെ നഷ്ടപ്പെടുമോ എന്നൊക്കെ ഉള്ള ചിന്തകളിലാണ് അനി. എന്നാലും അനി അതൊന്നും പുറത്ത് കാണിക്കുന്നില്ല. അതേസമയം അനി അങ്ങോട്ട് ചോദിക്കുകയാണ് കേട്ടോ, അത് നവീൻ വീട്ടിലെ കാര്യം പറഞ്ഞോ എന്ന് ചോദിക്കാം. അപ്പം നവീൻ പറയുന്നുണ്ട്, ഇല്ല പറഞ്ഞില്ല, എനിക്കൊരു കുട്ടിയെ ഇഷ്ടമാണെന്നുള്ള കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞുല്ലോ, പക്ഷേ അത് നന്ദു ആണെന്നുള്ള കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറയുക. പറഞ്ഞാൽ അമ്മയ്ക്ക് അതത്ര ഇഷ്ടപ്പെടുമൊന്നുമില്ല. അമ്മയ്ക്ക് നന്ദുവിനെ പോലെ ഒരു കുട്ടിയെ ഇഷ്ടമൊന്നുമല്ല. മോഡേണായിട്ട് നടക്കുകയും ഇച്ചിരി തൻ്റെയൊക്കെ ഉള്ള പെൺകുട്ടിയെ അമ്മയ്ക്ക് താല്പര്യമില്ല. വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയുന്ന ഒരു ശാലീന സുന്ദരിയായ പെൺകുട്ടിയൊക്കെ അമ്മയ്ക്ക് താല്പര്യം. അതുപോലൊരു പോലീസുകാരിയോ വക്കീലോ ഒന്നും ആയേക്കരുതെന്ന് അമ്മ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അനി പറയാ, ആഹാ അങ്ങനെയാണോ, അങ്ങനെയാണെങ്കിൽ പിന്നെ നന്ദുവിനെ ആലോചിച്ചിട്ട് കാര്യമുണ്ടോ നവീനെന്ന് ചോദിക്കുക. അപ്പോഴും അനിയുടെ മനസ്സിൽ തോന്നുന്നുണ്ട്, എങ്ങനെയും ഇതൊന്ന് പൊട്ടിച്ചു വിടുവാണെങ്കിൽ നന്ദുവും നവീനുമായിട്ടുള്ള ആ ബന്ധം ഒന്ന് പൊട്ടിച്ചു വിടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് അനി പറഞ്ഞു കൊടുക്കുക. അത് നവീനെ, ഞാനൊരു കാര്യം പറയുമ്പോൾ നവീനൊന്നും തോന്നരുത്. നവീൻ്റെ അമ്മയ്ക്ക് നന്ദുവിനെ പോലൊരു പെൺകുട്ടിയെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി നന്ദുവിനെ പോലൊരു പെൺകുട്ടിയെ എവിടെ വിവാഹം കഴിച്ചുകൊണ്ട് ചെല്ലാൻ പറ്റുമെന്ന് നവീൻ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അമ്മ എന്ന് പ്രശ്നങ്ങളുണ്ടാക്കും. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും കാണില്ല. നന്ദുവിനാണേലും ഏത് സമയവും കരയാനേ നേരെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അതിനെക്കുറിച്ച് നവീൻ ഒന്നുകൂടെ ആലോചിക്കുക. അമ്മയുടെ ഇഷ്ടം അനുസരിച്ച് അവർക്ക് കൂടി ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ നോക്ക് എന്ന് പറയാണ്. അപ്പം നവീൻ പറയുന്നുണ്ട്, എൻ്റെ ഇഷ്ടങ്ങൾക്ക് അപ്പം പ്രാധാന്യം കൊടുക്കണ്ടേ? അമ്മ പറയുന്ന പോലെ ഒരു പെൺകുട്ടിയൊന്നും വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ ഞാൻ ഏതെങ്കിലും ഒരുത്തിയെ വിവാഹം കഴിച്ച് അവിടെ കൊണ്ടുവന്ന് താമസിച്ച് അനിയും അനാമികയും ജീവിച്ചതുപോലെ പരസ്പരം വഴക്കിട്ട് ജീവിക്കണം എന്നാണോ അനി പറയുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ അനി പറയും, ഏയ് അങ്ങനൊന്നുമല്ല ഞാൻ പറഞ്ഞത്, ഒരിക്കലും അനാമികയെ പോലുള്ള പെൺകുട്ടികളൊന്നും കാണില്ല, അതിലുമൊക്കെ നല്ല പെൺകുട്ടിയെ നവീന് കിട്ടും എന്ന് പറയാണ്. അപ്പം നവീൻ പറയുക, അല്ല അനി എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്, ഞാൻ നന്ദുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തൊട്ട് അനി അതിനെയൊക്കെ എതിർക്കുവാണല്ലോ, എന്താ ഞങ്ങളുടെ വീട്ടിൽ വന്ന നന്ദുവിന് വിഷമം ഉണ്ടാവുമോ എന്ന് പേടിച്ചിട്ടാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അനി പറയുന്നുണ്ട്, എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാനീ സംസാരിക്കുന്നത്. വീട്ടിലെ നയനേച്ചിയും നവ്യേച്ചിയും ഒക്കെ വന്ന് കയറിയ സമയത്ത് അവരുടെ അമ്മായിയമ്മമാർക്കൊന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല.
അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോഴും അതിൻ്റെ പേരിൽ അവിടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അതുപോലൊരവസ്ഥ ഇനി ഉണ്ടാവരുതല്ലോ എന്ന് വെച്ചാൽ നവീനെ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയാം. അപ്പം നവീൻ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാവുന്നേ. നയനേച്ചി വന്ന് കയറിയപ്പം നിങ്ങളുടെ കുടുംബത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായത്. അതുപോലെ ഇപ്പം അവർ തമ്മിൽ, അമ്മായിയമ്മയും മരുമോളും തമ്മിൽ എന്ത് സ്നേഹത്തിലാണ്. അതുപോലെ സ്നേഹം വേറൊന്നുമില്ലല്ലോ. നയനേച്ചിയുടെ അമ്മായിയമ്മയെ മാറ്റിയെടുത്തില്ലേ. അതുപോലെ നന്ദുവിനും കഴിവുണ്ട്. നയനേച്ചിയുടെ വേറൊരു പതിപ്പല്ലേ നന്ദു എൻ്റെ അമ്മയെ മാറ്റിയെടുത്തോളൂ എന്ന് പറയുക. അപ്പം അനി പറയുന്നുണ്ട്, ആ ശരിയാ, നന്ദു നല്ല കുട്ടി തന്നെയാ എന്ന് പറയുക. അപ്പോൾ നവീൻ പറയുന്നുണ്ട്, ഇക്കാര്യം എങ്ങനെയെങ്കിലും നന്ദുവിനെ ഒന്ന് അറിയിക്കണം. നന്ദുവിനെ അറിയിച്ചതിന് ശേഷം നന്ദുവിൻ്റെ വീട്ടുകാരുമായിട്ട് വിവാഹം ആലോചിക്കണം എന്ന് പറയാണ്. അവർക്ക് സമ്മതമാണെങ്കിൽ എൻ്റെ വീട്ടിൽ ഞാൻ ഇത് അറിയിക്കുമെന്ന് പറയുമ്പം അനി പറയുക, അപ്പം നിങ്ങളുടെ അമ്മയ്ക്ക് സമ്മതം അല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ പറയാം, അങ്ങനെ അങ്ങ് അമ്മ സമ്മതിക്കാതിരിക്കില്ല. ആദ്യമൊക്കെ ഉള്ള കടുംപിടുത്തേ കാണുള്ളൂ. ഇനിയിപ്പോൾ അഥവാ അമ്മ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ നന്ദുവിനെ വിവാഹം കഴിക്കും. ഞങ്ങൾ വിവാഹം കഴിച്ച് എവിടെയെങ്കിലും പോയി ജീവിക്കും. വീട്ടുകാരുടെ ഒന്നും സഹായം ഇല്ലാതെ എനിക്ക് നന്ദുവിനുമായിട്ട് ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാമെന്ന് പറയാം. അപ്പോൾ അനി പറയുന്നുണ്ട്, അതൊക്കെ നവീൻ ഒന്നുകൂടി ആലോചിച്ചിട്ട് മതി. ഏതായാലും നന്ദുവിനെ അറിയിച്ചതിന് ശേഷം അല്ലേ എന്ന് പറയാം. അപ്പോൾ അനിയോട് തന്നെ പറഞ്ഞു കൊടുക്കുക അനി തന്നെ ഈ കാര്യം നന്ദുവിനോട് പറയണം, സമ്മതിപ്പിക്കണം. എനിക്ക് നന്ദുവിനെ നേടിത്തരണമെന്ന് പറയാം. ഇതിന് മാത്രം മറുപടി പറയാൻ അനിയെ കൊണ്ട് സാധിക്കുന്നുമില്ല കേട്ടോ. അതേസമയം നമ്മുടെ നവ്യാണെങ്കിൽ മോഡലിങ്ങിനൊക്കെ പോവാണ്. ഒരുപാട് പരസ്യ ചിത്രങ്ങളൊക്കെ നവ്യയ്ക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെ വേണേലും പോയിക്കോളാൻ ജലജയും അബിയും പറയാണ്. അബിയാണ് ഡ്രൈവറായിട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ അബി നവ്യയും കൊണ്ട് നടക്കുക. നവ്യാണെങ്കിൽ അഹങ്കാരത്തിൻ്റെ ഉത്തുംഗ ശൃംഗങ്ങളില്ല. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നവ്യയ്ക്ക് സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. ആദർശിൻ്റെ കുഞ്ഞാണ് ചന്തുമോളെന്നാണ് നവ്യ വിചാരിച്ചിരിക്കുന്നത്, അബിയുടെ ആണെന്നല്ല. അതുകൊണ്ട് തന്നെ ആദർശ് തെറ്റ് ചെയ്തിട്ട് ആരും ഒന്നും പറയുന്നില്ല, അബിയെ മാത്രം എപ്പോഴും കുറ്റപ്പെടുത്തുന്നു എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ നവ്യയ്ക്ക് ഇത്രയധികം ദേഷ്യം. എന്നാൽ ആദർശിൻ്റെ കുഞ്ഞല്ല, അത് അബിയുടെ കുഞ്ഞാണെന്ന് അറിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും തൻ്റെ അടുത്ത് നിൽക്കുന്ന നവ്യ ഒരിക്കലും വിഷമിച്ച് കണ്ണീര് കുടിക്കാനൊന്നും പോകുന്നില്ല. അബിയോട് പ്രതികാരം വീട്ടിയേ ചെയ്യുള്ളൂ. അത് ഓർത്തിട്ട് ആരും അത് പറയുന്നുമില്ല. ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവുകയാണ് എല്ലാവരും നന്മമരം കളിച്ചിട്ട്. അതേസമയം ഇങ്ങനെ നവ്യ പറയുന്നുണ്ട്, അത് അബി വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് നല്ല ഫുഡൊക്കെ വേണം. കാരണം എൻ്റെ സൗന്ദര്യമൊക്കെ സംരക്ഷിക്കണം. ഞാൻ നേരത്തെയൊക്കെ നല്ല രീതിയിൽ എൻ്റെ സൗന്ദര്യമൊക്കെ നോക്കിക്കൊണ്ടിരുന്ന വിവാഹശേഷമുള്ള പ്രശ്നങ്ങളൊക്കെ ആയതോടുകൂടി വീട്ടമ്മയായിട്ട് ഒതുങ്ങിക്കൂടുകയും പിന്നെ ഒരു കുഞ്ഞുണ്ടാവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് എൻ്റെ ബോഡി ഷേപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം ഞാനൊരു നല്ല മോഡലാണ്, നല്ല വരുമാനം കിട്ടുന്ന ഒരു മോഡലാണ്. അതുകൊണ്ട് ഫാഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, ജിമ്മിലൊക്കെ പോകണം എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അഭി പറയുന്നുണ്ട്, നീ എന്തോ വേണേലും ചെയ്തോ, നീ ജിമ്മിലൊക്കെ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ചിറക്കൊക്കെ ഹാലിളകും, അതൊക്കെ ഒന്ന് കാണുകയും കൂടെ ചെയ്യാമല്ലോ എന്ന് പറയാം. അപ്പോൾ പറയുന്നുണ്ട്, ആർക്ക് എന്തിളകിയാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് നല്ല ഫുഡുകൾ വേണം, എൻ്റെ ഡയറ്റൊക്കെ എനിക്ക് നോക്കണം. അതുകൊണ്ട് ഫ്രൂട്ട്സ്, ജ്യൂസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഏറെ വേണ്ടി വരുമെന്ന് പറയുമ്പോൾ പറയാം, നീയല്ലേ പണം ഉണ്ടാക്കുന്നത്, അനന്തപുരിയിലെ ഖജനാവിൽ നിന്ന് എടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നീ ഇഷ്ടമുള്ളത് വാങ്ങി കുടിച്ചോണം എന്ന് പറയാണ്. അങ്ങനെ അബി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് നവ്യെ മൊത്തത്തിലൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ വന്നിറങ്ങിക്കഴിഞ്ഞ് ക്ഷീണിച്ചാണല്ലോ നവ്യ വരുന്നത്, ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് കയറുന്ന വഴി നയനിയാണ് കേട്ടോ കാണുന്നത്. ദേവയാനിയും നയനിയൊക്കെ ആ ഹോളിൽ ഇരിപ്പുണ്ട്. ആ സമയത്ത് നയനിയോട് പറയാണ്, ഇവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടില്ലമ്മ, എടി നീ പോയി എനിക്കൊരു ജ്യൂസ് എടുത്തുകൊണ്ട് വന്നേ, ഞാനിപ്പം ജോലി ചെയ്ത് ടയേർഡായിട്ട് വന്നാൽ പുറത്തൊക്കെ എന്ത് ചൂടാണെന്നറിയാവോ, ഈ വീടിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുന്ന നിനക്കൊന്നും അറിയണ്ട, പുറത്തിറങ്ങി കഷ്ടപ്പെടുന്ന എന്നെ പോലെയുള്ളവരാ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുമ്പം നയനയ്ക്ക് അത്ര പിടിക്കുന്നില്ല കേട്ടോ. അഹങ്കാരത്തോടു കൂടി ജ്യൂസ് എടുത്തുകൊണ്ട് വന്നേന്ന് പറയുമ്പം അപ്പോഴേക്കും നയന പറയാം, ചേച്ചിക്കിപ്പം ഞാൻ ജ്യൂസ് ഉണ്ടാക്കി തരണോ? ചേച്ചി രാവിലെ പോയപ്പോൾ ഇതൊന്നും അല്ലല്ലോ പറഞ്ഞത്, ചേച്ചിക്ക് ജ്യൂസ് ഉണ്ടാക്കി തരാൻ ചേച്ചിയുടെ അമ്മായിയും ഇവിടെ ഉണ്ടല്ലോ, ചേച്ചിയുടെ ആരോഗ്യ കാര്യങ്ങൾ നോക്കണം എന്നും ആവശ്യമുള്ള ഭക്ഷണങ്ങൾ ആവശ്യം പോലെ പോഷകസമൃദ്ധമായിട്ട് നൽകണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരിവിടെ ഉള്ളപ്പോൾ പിന്നെ ഞാനെന്തിനാ ചേച്ചിക്ക് ജ്യൂസ് എടുത്ത് തരുന്നേ? അപ്പോഴേക്കും നവ്യ പറയാം, നിനക്കൊരു ജ്യൂസ് ഉണ്ടാക്കി തരാൻ പറ്റില്ല എനിക്കല്ലേ, ഞാൻ ഇത്രയും ക്ഷീണിച്ച് ഇവിടെ വന്ന് കയറിയപ്പം ആരും എനിക്കൊരു വെള്ളം പോലും തരാനില്ല, നിന്നോടൊരു ഗ്ലാസ് ജ്യൂസ് ചോദിച്ചപ്പം നിനക്ക് പറ്റില്ലല്ലേ, നിനക്കല്ലേലും അഹങ്കാരമാണല്ലോ, എന്നെ അഭിയൊക്കെ ഇവിടെ രണ്ടാം കിടക്കാരായിട്ട് കണ്ടതുകൊണ്ടല്ലേ ഇപ്പം നീ ഈ വർത്തമാനം പറഞ്ഞത്. അപ്പോൾ ദേവയാനി വന്നിട്ട് പറയാം, നവ്യെ നായനെ കുറ്റപ്പെടുത്താനൊന്നും നിൽക്കണ്ട, അവളിപ്പോൾ വയ്യാത്തൊരവസ്ഥയിലാണ്, അവൾ ഗർഭിണിയാണെന്നുള്ള കാര്യം നവ്യയ്ക്ക് അറിയാമല്ലോ,
അവളാണോ നവ്യയ്ക്ക് വേണ്ടി ഇപ്പോൾ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് വരേണ്ടത്? നവ്യയ്ക്ക് ജ്യൂസ് വേണമെങ്കിൽ നവ്യ തന്നെ ഉണ്ടാക്കാം. ഇല്ല, നീ നവ്യയുടെ ഭർത്താവുണ്ടല്ലോ ഇവൻ. ഇല്ലെങ്കിൽ അമ്മായിയമ്മയുണ്ടല്ലോ ജലജയല്ലേ നവ്യയുടെ എല്ലാ കാര്യങ്ങളും നോക്കാമെന്ന് ഏറ്റിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പം ജലജയോട് പറയാം. അപ്പം ജലജ അങ്ങോട്ട് വരികയാണ്. എന്താ ഇവിടെ? എൻ്റെ മരുമോൾ ഒരു ജ്യൂസ് ചോദിച്ചിട്ട് ഇവിടെ ആർക്കും ഒന്നും എടുത്തു കൊടുക്കാൻ പോലും പറ്റില്ല. അവൾ പാവം പോയി കഷ്ടപ്പെട്ടിട്ട് വരികയാണ്. അവളുടെ സൗന്ദര്യം നോക്കേണ്ടത് എൻ്റെ കൂടെ ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ അവൾക്ക് ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തോളാം. വേറെ ആരും ഇവിടെ കഷ്ടപ്പെടാനൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ ജലജ. നവ്യാണെങ്കിൽ അഹങ്കാരത്തോടെ മുറിയിലേക്ക് കയറി പോവാണ്. അപ്പോൾ നയന പറയുക, അമ്മേ ഇത് കണ്ടോ നവ്യേച്ചിയുടെ സ്വഭാവമൊക്കെ മാറിയത്. ഇപ്പം ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ അപ്പച്ചിക്കും അഭിക്കുള്ളൂ. അതിനുവേണ്ടി നവ്യേച്ചി ഇങ്ങനെ പിരികേറ്റി വിടുന്നതാന്ന് പറയുക. ദേവയാനിയും പറയുക, അത് ശരിയാ, നവ്യെ പിരികേറ്റി വിടുന്നത് തന്നെയാണ് ഇത് എന്ന് പറയാണ്. അതിനുശേഷം നയന വിളിക്കുകയാണ് കേട്ടോ കനകയെ വിളിച്ചിട്ട് കനകയോട് പറയുന്നുണ്ട്, അമ്മേ ഇവിടെ നവ്യേച്ചി ഭയങ്കര പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആരോടും ഒരു ബഹുമാനവും ഇല്ല. മോഡലിംഗ് എന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങി അങ്ങ് പോവാണ്. കുറച്ചധികം പരസ്യ ചിത്രങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ജ്വല്ലറിയുടെ ഒപ്പോണൻസിൻ്റെ ഇതാണ് കിട്ടുന്നത്. അവരൊക്കെ നവ്യേച്ചിയെ പിടിച്ചിരിക്കുകയാണ്. അവർ പറയുന്ന പണം കൊടുക്കുന്നുമുണ്ട്. അതിൻ്റെ അഹങ്കാരം ചേച്ചിക്ക് നന്നായിട്ട് തലയ്ക്ക് കയറി പിടിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഇവിടെ കുറ്റപ്പെടുത്തുകയാണ്. എന്തിനാ? മുത്തശ്ശിയെ വരെ എന്തെല്ലാമാ നവ്യേച്ചി പറഞ്ഞതെന്നറിയോ? കഴിഞ്ഞ ദിവസം മുത്തശ്ശൻ്റെ മുമ്പിൽ കാല് കയറ്റി വെച്ച് ഇരിക്കുകയും മുത്തശ്ശന് പറയുന്നതിന് ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയുകയും തർക്കുത്തരം പറയുകയും ചെയ്യുക. എന്തൊരു അഹങ്കാരമൊക്കെ ചേച്ചി കാട്ടിക്കൂട്ടുന്നതെന്ന് അമ്മയ്ക്കറിയോ? ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ സത്യങ്ങളൊക്കെ ചിലപ്പോൾ വിളിച്ചു പറയേണ്ടി വരും എനിക്ക് എന്ന് പറയുമ്പം കനക പറയാം, മോളെ നീ അത് ചെയ്യല്. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അവളുടെ സ്വഭാവം നിനക്കറിയില്ലേ? ഇപ്പം തന്നെ അവൾ അവിടെ കാണിച്ചു കൂട്ടുന്ന കണ്ടില്ലേ? അഭിയെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നതും ആദർശിനെ കുറ്റപ്പെടുത്തുന്നില്ല എന്നുള്ള ചിന്ത കൊണ്ടാണ് അവൾ ഈ അഹങ്കാരമൊക്കെ അവിടെ കാണിച്ചു കൂട്ടുന്നത്. മുത്തശ്ശനെയും മുത്തശ്ശിയെ പോലും ബഹുമാനിക്കാത്ത അവള് എങ്ങനെയാ ബാക്കി കാര്യങ്ങൾ ചെയ്യുക? ഇനിയിപ്പം അഭിയെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞാൽ അവൾ അഭിയെ തല്ലിക്കൊന്നിട്ട് പോവും. ഇല്ലെങ്കിൽ അവൾ പോയി എന്തെങ്കിലും കടുങ്കൈ ചെയ്യും. ഒരു കുഞ്ഞില്ലേ, ആ കുഞ്ഞിനെ ഓർത്ത് മോളെ നീ ഇപ്പം വിളിച്ച് പറയല്ലേ എന്ന് പറയാ. അപ്പം കനക പറയുന്നുണ്ട്, ആദർശേട്ടനെയും ഞങ്ങളെയൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ സഹിക്കാം. പക്ഷെ ചേച്ചി മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ മുമ്പിലിരുന്ന് ഇങ്ങനെയൊക്കെ പ്രഹസനം കാണിക്കുമ്പം അതൊന്നും കണ്ടില്ലെന്ന് വെച്ച് നിൽക്കാൻ എനിക്ക് പറ്റില്ല. ഏതെങ്കിലും ഒരു നിമിഷം ഞാൻ പൊട്ടിത്തെറിക്കുമെന്ന് പറയാം. എന്നിട്ട് ഫോൺ വയ്ക്കുകയാണ്. അപ്പോൾ കനകയ്ക്ക് ഭയങ്കര വിഷമാവുക. കനക ഇങ്ങനെ ഗോവിന്ദനോട് പറയാണ് കേട്ടോ, ഏതായാലും നവ്യ മോൾ അവിടെ വല്ലാത്തൊരവസ്ഥയില്ല. അവൾ അവിടെ കാണിച്ചു കൂട്ടുന്നൊക്കെ ഭയങ്കര അഹങ്കാരമാണെന്ന് പറയുമ്പം ഗോവിന്ദൻ പറയാണ്, അതെ നേരെ അവളെ നമുക്കൊന്ന് ഉപദേശിക്കണം. അങ്ങനെയൊന്നും അവിടെ പെരുമാറരുതെന്ന് പറയണം. മൂർത്തി സാറിൻ്റെയൊക്കെ മുമ്പിൽ അങ്ങനെയൊക്കെ പെരുമാറുക എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്ത് മോശമാണ്. അതൊക്കെ അവളെ മനസ്സിലാക്കേണ്ടതല്ലേ എന്നൊക്കെ ഗോവിന്ദനും പറയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നവ്യ ചെല്ലുകയാണ് വീട്ടിലേക്ക്. കുഞ്ഞൊന്നുമില്ല, അല്ലാതെ തന്നെ ചെല്ലുക. അപ്പോഴേക്കും കനക ചോദിക്കുന്നില്ല, നവ്യമോള് വന്നോ? നവ്യമോള് വന്നിട്ട് കുഞ്ഞിനെ കൊണ്ടുവന്നില്ലേ? എന്തിയ മോനെവിടെ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഉടനെ ഗോവിന്ദനും പറയുന്നുണ്ട്, മോനെ കൊണ്ടുവരാതെയാണോ നീ വന്നത്? അവനെയും കൂടെ കൊണ്ടുവരായിരുന്നു. ഞങ്ങൾക്ക് അവനെ കാണാൻ കൊതിയാവുന്നുണ്ടെന്ന് പറയാം. അപ്പോഴേക്കും നവ്യ പറയാം, പിന്നെ അവനെ കാണാൻ കൊതിയാവുന്നുണ്ടെങ്കിൽ അവിടെ പോയി കാണണം. ഞാൻ നടക്കുന്ന വഴി മുഴുവൻ കുഞ്ഞിനെയും കൊണ്ട് നടക്കാൻ പറ്റുമോ? അതിനൊന്നും പറ്റിയൊരു സാഹചര്യമല്ലേ എനിക്ക്. ഞാൻ പല ആവശ്യങ്ങൾക്കും ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എൻ്റെ ജോലി തിരക്കിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പം കുഞ്ഞിനെ എടുത്തോട്ട് പോകാനൊന്നും പറ്റുന്ന കാര്യമില്ല. അവൻ്റെ മുത്തശ്ശി അവിടെ നോക്കിക്കോളും, അബിയുടെ അമ്മ എന്ന് പറയുമ്പോൾ കനക ചോദിക്കുക, ജലജ നന്നായിട്ട് കുഞ്ഞിനെ നോക്കുമോ? ജലജയുടെ അടുത്ത് കുഞ്ഞിനെ ആക്കിയിട്ട് പോരാ മോക്ക് ധൈര്യമുണ്ടോ? ജലജ എന്തൊക്കെയാണ് ഒപ്പിച്ചു വയ്ക്കുകയെന്ന് ആർക്കറിയാം. അപ്പം നവ്യക്കത് ഇഷ്ടപ്പെടുന്നില്ല. നവ്യ പറയാ, അതെന്താമേ അങ്ങനെ പറഞ്ഞത്? അവരുടെ കൊച്ചുമോനല്ലേ അത് അവനെ എന്ത് ചെയ്യാനാ? അവർ നല്ല സ്നേഹത്തോടെ തന്നെയാണ് നോക്കുന്നത്. അവിടെയുള്ള മറ്റുള്ളവരുടെ മുമ്പിലാക്കിയിട്ട് പോരുന്നതിനും എന്തുകൊണ്ടും നല്ലതാ. എൻ്റെ അനിയത്തി എന്ന് പറയുന്ന ഒരുത്തി അവിടെ ഉണ്ടല്ലോ, അവളുടെ മുമ്പിൽ എൻ്റെ കുഞ്ഞിനെ കെട്ടിയാ അതിൻ്റെ കഴുത്ത് ഞെരിച്ച് അവൾ കൊല്ലുമോ എന്നുള്ള കാര്യത്തിൽ വരെ സംശയമാണ്. അവൾക്ക് ഇപ്പോഴും പ്രിയപ്പെട്ടത് ആദർശിൻ്റെ അഭീത സന്തതി ചന്തുമോളല്ലേ. ചന്തുമോളെ നോക്കുന്നു, ചോറ് കൊടുക്കുന്നു, എടുത്തോണ്ട് നടക്കുന്നു, ഉറക്കുന്നു. എൻ്റെ കുഞ്ഞിനെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും അവൾക്ക് നേരെയില്ല. എന്തായാലും അതിനേക്കാളും ഭേദം അവൻ്റെ അമ്മൂമ്മ തന്നെയാ. അപ്പം ഗോവിന്ദൻ പറയാം, മോളെ ഞങ്ങൾ അങ്ങനെ ഒരു തർക്കത്തിനൊന്നും ഇല്ല. മോൾ എപ്പോഴും ഇങ്ങനെ മോഡലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇറങ്ങേണ്ട കാര്യമുണ്ടോ? അനന്തപുരിയിലെ കുട്ടിയല്ലേ മോള്, അവിടെ അതിന് മാത്രം ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. നിങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ ഉള്ള പണമൊക്കെ അവർ തരുന്നില്ലേ എന്ന് ചോദിക്കാം.
ആ, പണം തരുന്നുണ്ട് ഇല്ല, എന്തായാലും എൻ്റെ കാര്യങ്ങൾക്കുള്ള പണം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾക്കും ഒന്ന് സ്വയം പര്യാപ്തമാവണ്ടേച്ചാ എന്ന് ചോദിക്കുമ്പം കനക പറയാ, മോള് അവിടെ ആ മൂർത്തി മുത്തശ്ശനെ അതുപോലെ മുത്തശ്ശിയും ഒന്നും പറയാൻ പോകരുത്. അവരുടെ മുമ്പിലൊക്കെ എളിമയോട് കൂടി തന്നെ നിൽക്കണം. തർക്കുത്തരം പറയും, അഹങ്കരിക്കുകയൊന്നും ചെയ്യരുത്. എന്തിനാ അവരുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നത്? അതൊക്കെ മോശമല്ലേ മോളെ? മോള് അന്നേരത്തേക്കും ഉടനെ തന്നെ പറയാം നവ്യ. ഉടനെ നയനെ ആ വിവരങ്ങളൊക്കെ പറഞ്ഞു കാണും. അവിടുത്തെ രാജാവാണെന്ന അങ്ങേരുടെ വിചാരം. അങ്ങേര് എന്നെ ഭരിക്കാൻ വന്നാൽ അതിന് മറുപടി ഞാൻ കൊടുത്തിരിക്കും. അത് ആര് തടയാൻ വന്നാലും ഞാനത് ചെയ്തിരിക്കും എന്ന് പറയുമ്പം ഗോവിന്ദൻ പറയാ, നിർത്തടി ഇതിൻ്റെ അഹങ്കാരം. മൂർത്തി സാറിനെ കുറിച്ചാണോ നീ ഇങ്ങനെ പറയുന്നത്? അദ്ദേഹത്തെ ഇങ്ങനെ പറയാൻ നിനക്ക് എന്താ അവകാശമുള്ളത്? നീ ഇപ്പം ദേ ഇങ്ങനെ കടന്ന് ചാടുന്നുണ്ടല്ലോ. ആ ചാട്ടമൊക്കെ നിൽക്കാൻ പോകുന്നേ ഉള്ളൂ. നീ ചിലപ്പോൾ ഇതിനൊക്കെ ദുഃഖിക്കേണ്ടി വരും. ചിലപ്പോഴല്ല, ഉറപ്പായിട്ടും നീ ദുഃഖിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ നവ്യ പറയാം, ഇവിടെ വന്നപ്പോൾ ഇവിടെ നിന്നും കിട്ടുക കുറേ ഉപദേശം. എനിക്കിതൊന്നും കേൾക്കട്ട. ഞാൻ എങ്ങോട്ടെങ്കിലും പോവാ. ഇപ്പം ഇങ്ങോട്ട് വന്ന് കയറിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അത്രയല്ലേ ഉള്ളൂ. അല്ലെങ്കിലും നിങ്ങൾക്ക് രണ്ടാമത്തെ മോളെ മരുമോനെയല്ലേ ഇഷ്ടം. നടക്കട്ടെ എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ നവ്യ. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്ന് കയറുവാണ്. ഒരുപാട് ലേറ്റായിട്ടാണ് കേട്ടോ നവ്യ ചെന്ന് കയറുന്നത്. അങ്ങനെ ലേറ്റായിട്ട് വരുന്ന കാണുമ്പം മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ ഹോളിൽ ഇരിക്കുക, നവ്യ വരാത്തത് കൊണ്ട് തന്നെ. അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ നവ്യ ഇത്രയും താമസിച്ചത്? സമയം ഒരുപാടായല്ലോ. ഇന്നെന്താ അബിയെ കൂട്ടിക്കൊണ്ട് പോയില്ലേ? നീ തനിയാണോ വന്നതെന്ന് ചോദിക്കുക. അപ്പം നവ്യ പറയാ, ചിലപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് തനിയെ വരേണ്ടി വരും. എപ്പോഴും അബിയെ വാലെ കൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇന്നത്തെ കാലത്ത് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ജോലിക്ക് പോകുന്നത്. അപ്പോൾ മുത്തശ്ശൻ പറയാം, അതൊക്കെ ശരി തന്നെയാണ് മോളെ. പക്ഷേ ഈ ഈ അത്രയും സമയമായപ്പോൾ നിനക്ക് അവനെ വിളിക്കായിരുന്നു, തനിയെ വരേണ്ടിയിരുന്നില്ല. ഇന്നത്തെ കാലത്ത് പല ചീത്ത വാർത്തകളും കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറയുക. അപ്പോൾ പറയാം, ഞാൻ പുറത്തിറങ്ങിയത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അകത്തമ്മയായിട്ട് ഇവിടെ ഓസ്റ്റാനിച്ച് നിൽക്കണമായിരുന്നു അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം മുത്തശ്ശിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. മുത്തശ്ശി പറയാം, നവ്യേ നിൻ്റെ ഈ വർത്തമാനം കുറച്ചായി സഹിക്കുന്നു കേട്ടോ. നീ എപ്പോഴും ഞങ്ങളെ ഇങ്ങനെ ആക്ഷേപിക്കുകയാണ്. ഇദ്ദേഹത്തെ ഇങ്ങനെ ആക്ഷേപിക്കാൻ നിനക്ക് യാതൊരു അവകാശവും ഇല്ല. രാവിലെയും ഞാൻ കേട്ടു മുത്തശ്ശനോട് നീ തർക്കുത്തരം പറയുന്നത്. ഇപ്പോഴും കേട്ടു. ഇതിവിടെ സാധ്യമല്ല. ഈ അനന്തപുരിയിൽ ഇങ്ങനെ ആരും ചെയ്തിട്ടില്ല. അപ്പോൾ നവ്യ പറയും, അനന്തപുരിയിൽ ആരും ചെയ്യാത്തത് കൊണ്ട് എനിക്ക് ചെയ്യാൻ പാടില്ലായിരിക്കും. എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കും. നിങ്ങൾ ആരാ എന്നോട് ചോദിക്കാൻ? അപ്പോഴേക്കും ദേവയാനി വന്നിട്ട് പറയാം, നവ്യേ മിണ്ടരുത്. നീ എന്താ മുത്തശ്ശിയോട് പറഞ്ഞത്? നിങ്ങൾ ആരാ ചോദിക്കാനെന്നോ? ഇതുവരെ ഈ വീട്ടിലാരും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും നേരെ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ മക്കളോ മരുമക്കളോ പോലും സംസാരിച്ചിട്ടില്ല. നീ ഒരു പൊടിക്ക് അടങ്ങാൻ പറയാണ് ദേവയാനി. അപ്പോഴേക്കും നവ്യയോട് മുത്തശ്ശൻ പറയുക, നീ ഒന്നും മിണ്ടണ്ട, അവൾ കയറി പോട്ടെ എന്ന് പറയാണ്. അങ്ങനെ നവ്യ എന്താണെന്ന് വെച്ചാൽ കയറി അങ്ങ് പോവാം. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഇവളോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ? മുത്തശ്ശൻ പറയാം, സമയമാകുമ്പം അവളെല്ലാം അറിഞ്ഞോളും. നമ്മളിതൊന്നും പറഞ്ഞില്ലേലും അവൾ ഇതെല്ലാം അറിയുമെന്ന് പറയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ അനഘയ്ക്ക് ചെറുതായിട്ട് ബോധമൊക്കെ വന്നിട്ട് അനഘ തന്നെ ഈ സത്യങ്ങൾ വിളിച്ച് പറയണം. അതിന് തന്നെയാണ് അനഘ ജീവിച്ചിരിക്കുന്നതും. അനഘ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഡോക്ടറോട് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ മോളെ കാണണം എന്ന് പറയാണ്. ഡോക്ടർ പറയുന്നുണ്ട്, അതിനെന്താ മോളെ കൊണ്ട് കാണിക്കാമല്ലോ എന്ന് പറയുമ്പം ഉടനെ തന്നെ പറയാണ് കേട്ടോ അനഘ, എനിക്ക് ആ നവ്യയെ കൂടി കാണണം, അഭിയുടെ ഭാര്യയെ എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുക, അതിൻ്റെ ആവശ്യമുണ്ടോ? അല്ല, എനിക്ക് എല്ലാ സത്യങ്ങളും വിളിച്ച് പറയണം. കാരണം ആ കുടുംബത്തിൽ ഇത്രയധികം പ്രശ്നം ഉണ്ടാകുന്നത് അഭി കാരണമാണ്. അവനിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയിട്ട് നവ്യ ആരും പറഞ്ഞാൽ പോലും വിശ്വസിക്കാതെ ഇരിക്കുകയാണ്. അവൻ്റെ കള്ളത്തരം പൊളിയണം. എന്നോട് ഈ ദ്രോഹം ചെയ്ത് അവനോട് എനിക്ക് പ്രതികാരം ചെയ്യണമെന്ന് പറയാണ് അനഘ. അങ്ങനെ നവ്യയെ വിളിച്ച് വരുത്തുക. അപ്പം നവ്യയെ വിളിക്കുമ്പോൾ ആദ്യം വരാനൊന്നും കൂട്ടാക്കുന്നില്ലെങ്കിലും ഡോക്ടർ പറയുന്നുണ്ട് അനഘയ്ക്ക് എന്തോ സംസാരിക്കാനുണ്ട്. അപ്പോൾ ആദർശിൻ്റെ കുറ്റം പറയാനായിരിക്കും എന്ന് വെച്ച് നവ്യ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ അനേക സത്യങ്ങളൊക്കെ വിളിച്ചു കൂവാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്തത് അഭിയാണ്. അതിനുള്ള തെളിവ് മുഴുവൻ ആദർശിൻ്റെയും നയനയുടെയും കയ്യിലുണ്ട്. അവർ നിങ്ങളുടെ കുടുംബജീവിതം തകരാതിരിക്കാനും നവ്യ എന്തെങ്കിലും അനീതി ചെയ്താലോ എന്ന് ഓർത്തുമാണ് അത് മറച്ചു വെച്ചത്. ഇനിയും അവിടെ കിടന്നിങ്ങനെ പ്രഹസനം ചെയ്യല്ലേ എന്ന് പറയാണ് അനഘ. അപ്പോഴേക്കും ഞെട്ടിപ്പോവാണ് കേട്ടോ നവ്യക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അഭി തന്നെ പറ്റിക്കാണല്ലോ എന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുക. അവൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവൻ പറഞ്ഞത് മുഴുവൻ നുണയാണല്ലോ. ഇനിയിപ്പോൾ അവന് ഒത്തൊരു ജീവിതത്തിന് ഞാനില്ല. ഇതിൻ്റെ പേരിൽ ഞാൻ എന്തെല്ലാം പ്രശ്നങ്ങളാണ് അനന്തപുരിയിൽ ഉണ്ടാക്കിയത്. അവൻ എന്നെ മുതലെടുക്കുമായിരുന്നു. ആ മുത്തശ്ശനോടും മുത്തശ്ശിയോടും നയനയോടും എല്ലാവരോടും ഞാൻ എന്തെല്ലാമാണ് പറഞ്ഞത്. ആദർശേട്ടനെ ഞാൻ എത്രമാത്രം കുറ്റപ്പെടുത്തി. ഒരു കണക്കിന് ആ മനുഷ്യൻ എത്ര നല്ല മനുഷ്യനാണ്, എന്നിട്ടും എന്തുമാത്രം ഞാൻ കുറ്റപ്പെടുത്തി എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് കുറ്റബോധം കൊണ്ട് നവ്യയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല. നേരെ നവ്യ പോവാണ് കേട്ടോ
നന്ദാവനത്തിൽ ചെന്നിട്ട് കനകയുടെയും ഗോവിന്ദൻ്റെയും മുമ്പിൽ ചെന്നിട്ട് പറയാണ്, പൊട്ടിക്കരയും. അപ്പം കനക ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ ഇപ്പം ഇങ്ങനെ വന്ന് പൊട്ടിക്കരയുന്നേ, എന്താ പ്രശ്നം അനന്തപുരിയിലെന്ന് ചോദിക്കുമ്പോൾ ഇതെല്ലാം പറയാണ്. ഞാൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞു, നിങ്ങളെല്ലാം എന്നിൽ നിന്ന് മറച്ചു വെച്ചതെല്ലാം ഞാൻ അറിഞ്ഞു. ഞാൻ ഒരുപാട് അഹങ്കരിച്ചതാ, ആദർശേട്ടനെ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തിയതാ, അവിയെ ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചു. എന്നോട് നിങ്ങൾ ക്ഷമിക്കണം, എനിക്ക് മാപ്പ് തരണം. ഞാൻ പറഞ്ഞു പോയത് എല്ലാ തെറ്റുകൾക്കും മാപ്പ് തരണം. എനിക്ക് തെറ്റ് പറ്റുപോയി, അവൻ എന്നെ ചതിക്കുകയായിരുന്നു അമ്മയെന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാണ് അവിടെ വെച്ച് നമ്മുടെ നവ്യ. അങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കനകയും ഗോവിന്ദനും ഒക്കെ കൂടി കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്